ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ബക്കറ റോഷ് 540 EDP പെർഫ്യൂമാണ്. ബക്കറ റോഷ് അധികം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എവിടെ ഏത് ഷോപ്പിൽ ചെന്നാലും ഏതൊരു കമ്പനി ഇൻസ്പയർഡ് ഇറക്കുന്നുണ്ടെങ്കിലും ഉണ്ടാവുന്ന ഒരു പെർഫ്യൂംസ് ഒരെണ്ണമാണ് ബക്കറ റോഷ് 540. ഇത് മെയ്സൺ ഫ്രാൻസിസ് കുർദിജാൻ എന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമർ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പ്രോഡക്റ്റ് ഉള്ളത്. ഈ MFK ബക്കറോഷ് 540 എന്നാണ്. സോ മെയ്സൺ ഫ്രാൻസിസ് കുർദിജാൻ പാരീസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ EDP ബക്കറോഷ് EDP ഇങ്ങനെയാണ് ഈ പെർഫ്യൂം ഉള്ളത്. ഇത് ബോട്ടിൽ ഇതിൻ്റെ 70 ml ആട്ടോ. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം പ്രൈസ് ഉണ്ട്. 70 ml 20 ചേഞ്ച് വരുന്നുണ്ട്. ഇവിടെ അവരുടെ ഒരു ലോഗോ ഉണ്ട്. ഇതിൻ്റെ ബാക്കിലും ഇവിടെ ഒരു ലോഗോ ഉണ്ട്. ലോഗോ മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നോക്കിയാൽ ഇവിടെ ഒരു സംഭവം ഉണ്ടാവും. ഒരു ഐഫൽ ടവറിൻ്റെ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ ബോട്ടിലുള്ളത്. മൊത്തത്തിൽ ഒരു അടിപൊളി ബോട്ടിലാണ്. ഇവിടെ താഴെ അതിൻ്റെ ബാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാപ്പ് നല്ലൊരു ക്യാപ്പ്, ഒരു മെറ്റൽ ക്യാപ്പ്, അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നൊരു ക്യാപ്പ്. ഇതായിട്ട് ആരെങ്കിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ നല്ല വേദന ആവാൻ ചാൻസ് ഉള്ള ഒരു ക്യാപ്പ്. ഇതൊക്കെയാണെങ്കിലും ആറ്റമൈസർ എനിക്ക് അത്ര വലിയ അടിപൊളിയായിട്ട് തോന്നിയില്ല. ഒരു ടിപ്പിക്കൽ ആറ്റമൈസർ ആയിട്ടാണ് തോന്നിയത്. ജ്യൂസിൻ്റെ കളറൊക്കെ നല്ല കളർ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജ്യൂസ്. അപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം വണ്ടി ഓക്കെ, ഇനി അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ പൊതുവേ വണ്ടിയിൽ വെച്ചിട്ട് പെർഫ്യൂംസ് അപ്ലൈ ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് വണ്ടീൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വഴി ഞാൻ പലപ്പോഴും പറയാറുണ്ടത് ഒരു അതേപോലെ അത് ഡയറക്റ്റ് സ്പ്രേ അടിച്ചോണ്ട് ഇങ്ങനെ വീശിപ്പോയതുകൊണ്ട് പ്രശ്നമില്ല. കാരണം അത് ഇവിടെ എവിടെയും തട്ടണമൊന്നുമില്ല, അതങ്ങനെ പോവില്ലേ. എന്നാലും നമ്മളെ വണ്ടി സൂക്ഷിക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഇതൊരു അരോമാറ്റിക് നോട്ട്സ് ഉണ്ട് ഇതിൽ. നല്ല ഒരു പൂക്കളുടെ സ്മെല്ല്. അരോമാറ്റിക് പറഞ്ഞാൽ ചിലർക്കൊന്നും മനസ്സിലാവണില്ല. ഓക്കെ, അപ്പോൾ ഇതിലൊരു അരോമാറ്റിക് നോട്ട്സും അതിൻ്റെ കൂടെ തന്നെ ഒരു സാഫ്രോണിൻ്റെ ഫ്രാഗ്രൻസും ആണ് ഇതിൻ്റെ ഓപ്പണിങ്ങിനുള്ളത്. അത് ചില പെർഫ്യൂംസ് നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു സാഫ്രോൺ ടച്ച്, നല്ല ഒരു വൈബാണ് അതിൽ നിന്ന് കിട്ടുക. അതിലിങ്ങനെ ലേഡായിട്ട് നമുക്ക് എവിടേക്കോ ഒരു ആംബർഗിരി ഫ്രാഗ്രൻസ്, നമ്മുടെ തിമിംഗലത്തിൻ്റെ തിമിംഗലം വോമിറ്റ് ചെയ്തതോ അങ്ങനെ അതൊക്കെയോ ആണത്. ആക്ച്വലി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇവിടെ അത് ഇല്ലീഗലാണ് ആ സാധനം കടലിൽ നിന്നൊക്കെ കളക്ട് ചെയ്യൽ. അപ്പോൾ അതിന് പക്ഷെ നല്ല ഫ്രാഗ്രൻസ് ആണ്. ചില പെർഫ്യൂംസിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. റോജൻ്റെ ആംബർ ഊതോ അങ്ങനെ അതൊക്കെ പെർഫ്യൂംസിലൊക്കെ ഉള്ള ആ ഒരു വൈബ് തന്നെ. അത് പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് ആംബർ ഗ്രീൻ്റെ ഫ്രാഗ്രൻസ് ഇന്നതാണെന്നുള്ളത്. സിന്തറ്റിക് ആംബർ ഗ്രീൻസ് ആയിരിക്കണം. ഇനിയിപ്പോൾ ഇത് ഒരു വലിയ ബ്രാൻഡ് ആയതുകൊണ്ട് ഇനി നാച്ചുറൽ എടുത്തോ എന്നുള്ളതും അറിയില്ല. എന്തായാലും ഒരു സാഫ്രോണും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ജാസ്മിനൊക്കെ വന്നിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. പിന്നീട് നമുക്കൊരു ആംബർഗ്രിയും അതുപോലെ തന്നെ ഒരു സ്വീറ്റ്നെസ്, ഒരു ഷുഗറി സ്വീറ്റ്നെസ് ആണ് ഇതിൽ കിട്ടുന്നത്. അങ്ങനെയാണ് ഈ പെർഫ്യൂം ഉള്ളത്. പിന്നെ ചെറുതായിട്ട് ഒരു മസ്കിൻ്റെ ടച്ചൊക്കെ ഉണ്ട്. പിന്നീട് ഒരു എർത്തി വുഡി ഫ്രാഗ്രൻസിലേക്ക് ഇതിൻ്റെ ഡ്രൈ ഡൗണിൽ ഒരു സിഡർ വുഡും പിന്നെ എന്തൊക്കെയോ ചില ഒരു എർത്തി വുഡി ആയിട്ടുള്ള മറ്റുള്ള ഫ്രാഗ്രൻസുകളൊക്കെ കിട്ടും. അതിപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്തിട്ട് കിട്ടാനായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സ്നിഫ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അത് കുറച്ച് സമയം കഴിഞ്ഞാലാണ് ആ ഒരു വൈബിലേക്ക് ഈ പെർഫ്യൂം വരിക. സോ അങ്ങനെയാണ് ഈ പെർഫ്യൂം ഉള്ളത്, ബക്കറ റോഷ് 540. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഞാനിത് ഇങ്ങനെ കയ്യിൽ അപ്ലൈ ചെയ്തിരുന്നു, ഡ്രസ്സിൽ അപ്ലൈ ചെയ്തൊക്കെ യൂസ് ചെയ്ത് നോക്കിയിരുന്നു. പല ഒക്കേഷൻസിൽ യൂസ് ചെയ്ത് പോയ ഒരു പെർഫ്യൂമാണ്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് ഡ്രസ്സിൽ അപ്ലൈ ചെയ്താൽ കുറേ സമയം നിൽക്കുന്നുണ്ട്. നമുക്കൊരു 7-8 hours ഒക്കെ മേലെ നമ്മുടെ ഡ്രസ്സിൽ ഈ സാധനം നിൽക്കുന്നുണ്ട്. പക്ഷേ ബോഡിയിൽ അപ്ലൈ ചെയ്താൽ അത്ര അധികം നിൽക്കുന്നില്ല. പിന്നെ ഒരു പ്രശ്നം ഇതിനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ വെർസാച്ച്, ഇറോസ്, അതേപോലെ തന്നെ നമ്മുടെ ഏതായിരുന്നു അജ്മലിൻ്റെ സിൽക്ക് മസ്ക് ഒക്കെ അല്ലേ, അജ്മൽ സിൽക്ക് മസ്ക്, ഇങ്ങനത്തെ പെർഫ്യൂംസ് ഒക്കെ പറയുന്ന പോലെ, അതായത് മസ്കരി ജാലി, ഈ സാധനങ്ങളൊക്കെ ഉള്ള ഒരു പ്രശ്നം ചിലർക്ക് അത് സ്നിഫ് ചെയ്താൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂല. അതിനുള്ളൊരു പ്രശ്നം അത് ഈ ഒരു സാധനത്തിന് പർട്ടിക്കുലർ പെർഫ്യൂമിനും ഉണ്ട്. ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഫ്രാഗ്രൻസ് കിട്ടുന്നില്ല. എന്തുകൊണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓരോരുത്തരുടെ സെൻസുകൾ വ്യത്യാസം ഉണ്ടാവും, സ്മെല്ലിങ് സെൻസുകൾ, അതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും വലിയ പ്രതീക്ഷയിൽ വാങ്ങിച്ചിട്ട് ചിലർക്ക് കിട്ടൂല. എന്നിട്ട് പറയും നമ്മൾ വീഡിയോയിൽ പറഞ്ഞ് കളവാണെന്ന് പറയും.
അപ്പോൾ അതിന് നിൽക്കണ്ട, നിങ്ങളിത് ഒറിജിനൽ എവിടെന്നെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, ഒരു ടെസ്റ്ററൊക്കെ അടിച്ച് നോക്കുക. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇത് ഓക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കുക. അല്ലാതെ വാങ്ങിയാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അതിന് നിൽക്കണ്ട. അപ്പോൾ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 2+ hours ഇതിന് പ്രൊജക്ഷൻ ഉണ്ട്. അവിടെ ഒരു അപ് ടു 8 hours ലെവലിൽ ഇത് ലോഞ്ചിവിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു കാലത്ത് ഇത് വാങ്ങിച്ചാൽ വെർത്താണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എന്താ വെച്ചാൽ ഇതിന് ഒരുപാട് ക്ലോൺസ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ഈ ഒരു കമ്പനിയെ താഴ്ത്തി കെട്ടില്ല. ഒരുപാട് ക്ലോൺസ് ഉണ്ട്. അത്രയധികം ക്ലോണുകൾ ഈ ഒരു പെർഫ്യൂമിൽ വന്നു. ഇതിനൊരു മിഡിൽ ഈസ്റ്റ് പ്ലസ് ഫ്രഞ്ച് ഒരു വൈബ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള ചാൻസും കൂടുതലാണ്. സോ അത്രയധികം ക്ലോൺസും അത്രയധികം ഒരു എന്താ പറയുക, ആളുകൾ പെട്ടെന്ന് ക്യാച്ച് ആവുന്ന ഒരു ഫ്രാഗ്രൻസ് ആയതുകൊണ്ടായിരിക്കാം ഇത്രയും ക്ലോൺസ് വന്നത്. അത്രയും ക്ലോൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ഒറിജിനൽ അപ്ലൈ ചെയ്താലും ഇതിപ്പോൾ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് ഇത് ഒറിജിനൽ ആണ് എന്ന് പറഞ്ഞ് നടക്കാനുള്ള ഒരു സംഭവമേ ഇതിലുണ്ടാവുള്ളൂ. കാരണം ഇതിന്റെ പ്രൈസും വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഇൻസ്പയർഡ് വേർഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഇൻസ്പയർഡ് ഒരുപാടുള്ള ഒരു പെർഫ്യൂം അപ്ലൈ ചെയ്യുമ്പോൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമ്മൾ അപ്ലൈ ചെയ്തത്, അത് മാത്രമല്ല ഇത് മാർക്കറ്റിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ ഇതിന്റെ ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ട്. എങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസ് ആയതുകൊണ്ട് ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് ഒറിജിനൽ വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടാന്നേ പറയുള്ളൂ. പക്ഷേ പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്ന ബ്രാൻഡഡ് പെർഫ്യൂംസ് മാത്രം നോക്കി വാങ്ങിക്കുന്ന ആളുകൾ അതും ഒരുപാട് പേരുണ്ട്. അവർക്ക് ആ ഒറിജിനലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫീൽ മാത്രം മതി എന്ന് കരുതുന്നവർ, അങ്ങനെയുള്ള ആൾക്കാർ ഡെഫിനറ്റ് ആയിട്ടും വാങ്ങിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. കാരണം അത്യാവശ്യം നിൽക്കുന്നുമുണ്ട്. പിന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നവരും വാങ്ങിച്ചോളൂ. അതല്ലാതെ നമ്മൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് കണ്ട് അട്രാക്റ്റായി നമ്മൾ വാങ്ങിക്കാൻ പോയാലൊരു പ്രശ്നം ആണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ കോമൺ ആണ് നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വാങ്ങിക്കുക. ഇവിടെ ഒഫീഷ്യലി കണ്ടിട്ടില്ല, അൺഒഫീഷ്യലിയാണ് സാധനങ്ങൾ വരുന്നത്. ഫ്രൈഡേ ചാമ്പ് പോലത്തെ വെബ്സൈറ്റിലൊക്കെ ഉണ്ട്. 27,000 ചേഞ്ചിനൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. വിദേശത്ത് കൊണ്ടുവരാണെങ്കിൽ അത്ര പ്രൈസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുകയാണെങ്കിലൊക്കെ വാങ്ങിച്ചോളൂ. അഫോർഡബിൾ ആണ് എന്ന് തോന്നുന്നവർ, അല്ലാത്തവർ പറ്റുന്ന രീതിക്ക് ഇൻസ്പയർഡോ മറ്റൊക്കെ നോക്കിയോളൂ. ഇത് ഇങ്ങനെ സ്നിഫ് ചെയ്തോടത്തോളം എനിക്കിത് വലിയ വ്യത്യാസങ്ങളൊന്നും ഒറിജിനലും മറ്റുള്ളതും തമ്മിലൊന്നും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.